മക്കളെ ഡിലീറ്റ് ആയ ഫോട്ടോസ് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് യാതൊരു ആപ്ലിക്കേഷനും സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണോ ആ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് മാത്രമല്ല ബാക്കി ഒരുപാട് ഡാറ്റ നമുക്ക് കയ്യബദ്ധം കൊണ്ട് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസും മറ്റ് എല്ലാ ഡാറ്റയും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ ഫോട്ടോസാണ്. അപ്പോൾ ഏതായാലും വീഡിയോയിൽ കിടക്കല്ലേ, നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. പിന്നെ അതിന് സമ്മതമില്ലാത്തവരാണെങ്കിൽ ചാനലിന് ലൈക്ക് തരിക. അതിനും നിൽക്കാത്തവർ എന്തെങ്കിലുമൊക്കെ നല്ലൊരു കമൻറ്റ് ഇടുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അതിനായിട്ട് എല്ലാവരുടെ മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് എല്ലാവരുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ ഒരു ഗൂഗിൾ വഴിയാണ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് എൻ്റെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് കാണാൻ ജിമെയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ ജിമെയിൽ അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ജിമെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു നീലപ്പെട്ടി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഏത് ജിമെയിലാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്, ആ ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ആയ ഫോട്ടോസൊക്കെയാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം പറഞ്ഞത്. എന്നിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഡാറ്റ പ്രൈവസി എന്നുള്ള ഓപ്ഷനാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് താഴോട്ട് വന്നോളി, കുറച്ച് നല്ലോണം താഴോട്ട് വന്നോളി, എന്നിട്ട് കുറച്ച് പൊന്തിക്കുക. അപ്പോൾ അങ്ങനെ പൊന്തിക്കുമ്പോൾ പറയുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻ, അവിടെ കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. നമുക്കിവിടെ കാണേണ്ടത് ഇവിടെ കണ്ടില്ലേ, ഡൗൺലോഡ് ഓർ ഡിലീറ്റ് യുവർ ഡാറ്റ. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഡാറ്റ ഡിലീറ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണേണ്ടത് ഡൗൺലോഡ് യുവർ ഡാറ്റ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകും. നമ്മുടെ ജിമെയിലുമായി ബന്ധപ്പെട്ട ആ ഒരു റിക്കവറിൻ്റെ ഓപ്ഷനിലേക്ക് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഒരു ജിമെയിലിൻ്റെ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ നേരെ ബാക്ക് അടിച്ചിട്ട് സെക്യൂരിറ്റി എന്ന ഭാഗത്തേക്ക് കുറച്ച് താഴേക്ക് വന്നാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ഈ ജിമെയിലിൻ്റെ പാസ്വേഡ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് എൻ്റർ ചെയ്തിട്ട് ഒന്ന് വരാം. അപ്പോൾ ഞാൻ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. ആദ്യം എൻ്റർ ചെയ്തപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റി. ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇങ്ങനെ നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് എടുക്കാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിലാണ് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അങ്ങനെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആ ഒരു ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഒരു ഓപ്ഷനിലെത്തും. ഈ ഒരു ഓപ്ഷനിലെത്തിയാൽ നമുക്കൊന്ന് നോക്കേണ്ട കുറച്ച് താഴെ കാണാൻ സാധിക്കും നോട്ട് നൗ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമുക്ക് കാര്യമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ ഒരു എല്ലാം സെലക്ട് ആയി കിടക്കണുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നേരെ മേലോട്ട് വന്നിട്ട് ഈ സെലക്ട് ഓൾ എന്നുള്ള അതൊന്ന് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഓഫായില്ലേ, ഓക്കെ. അപ്പോൾ എല്ലാം സെലക്റ്റഡ് ഉള്ളത് ഡീസെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് താഴോട്ടേക്ക് വന്നാൽ ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ കണ്ടില്ല, നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് എല്ലാം സെലക്ട് ആകും. അപ്പോൾ ആ സെലക്റ്റഡ് ആക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്കിവിടെ എല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഗൂഗിൾ ഫോട്ടോസാണ്. ഫോട്ടോസ് ഡിലീറ്റ് ആയ ഫോട്ടോസാണ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഗൂഗിൾ ഫോട്ടോസ് നിന്ന് മാത്രം സെലക്ട് ചെയ്ത് നല്ല അടിക്ക് പോകുന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്തെത്തും. ഇവിടെ കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിവിടെ കൊടുക്കുന്ന സെൻഡ് ഡൗൺലോഡ് ലിങ്ക്, അതായത് നമ്മൾ നിലവിലുള്ള ഈ ഒരു ഇമെയിലേക്ക് ഒരു സംഗതി വരാണ്ട് ഒക്കെ പറഞ്ഞുതരാം. ഇവിടെ എക്സ്പോർട്ട് വൺസ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നാമത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സിബ്, അപ്പോൾ സിബാണ് ഇപ്പോൾ താൽക്കാലം നമുക്ക് വേണ്ടത്. സിബ് തന്നെ കൊടുക്കുക. കാരണം നമുക്ക് സിബാകുമ്പോൾ നമ്മൾ സാധാ ഫയലിലേക്ക് മാറ്റാനും എളുപ്പമാണ്. ഇവിടെ ഫയൽ സൈസ് ഉണ്ട്. അപ്പോൾ നല്ല നെറ്റൊക്കെ ഉള്ളപോലെ എന്താക്കുക അറിയോ, നമുക്ക് ഈ ഫുള്ള് കൊടുത്താലുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നല്ല അടിപൊളി HD തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ 1 GB കൊടുക്കുകയാണ്. ഇവിടെ ക്രിയേറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അതെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഇനി കുറച്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഇവിടെ തന്നെ പറയണ്ട അവർ കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിലാണ് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കില്ല. കാരണം അതൊരു ഗൂഗിളാണ്, കുറച്ച് പ്രൈവസിയിൽ കളിക്കുന്ന സാധനമാണ്. നമ്മൾ ഈ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ആക്കിയിട്ടുള്ള പരിപാടിയല്ല.
ഇനി നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല. നിങ്ങളുടെ ജിമെയിലേക്ക് ഒരു ലിങ്ക് വരും. ആ ഒരു ജിമെയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ 2 ഓപ്ഷനൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. നേരെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 1 GB അല്ലേ കൊടുത്ത്, ചിലപ്പോൾ 1 GB അല്ലാണ്ട് വേറെ GB ചോദിക്കും. നമ്മളിപ്പോൾ കൊടുത്ത ഏതാണോ ആ ഒരു GB ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കുന്നു. അപ്പോൾ എത്ര പേർക്ക് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡിലീറ്റ് ആയ ഫോട്ടോസൊക്കെ കിട്ടിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ടിപ്പിനൊന്ന് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യൽ നിങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ഒന്ന് കൊടുത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയ പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ